അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നവാസ് വീണ്ടും തടവറയിൽ തന്നെയാണ്. നിരപരാധിയായ എന്നെ വീണ്ടും ശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. റബ്ബേ, താങ്ങാനാവുന്നില്ലല്ലോ അല്ലാ. എന്തിനു വേണ്ടിയിട്ടാ റബ്ബേ എന്നെ ഇത്രമാത്രം പ്രയാസപ്പെടുത്തുന്നത്? അതെ, പരീക്ഷണമായിരിക്കാം. അല്ലെങ്കിലും മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകാണല്ലോ. പരീക്ഷണമായിരിക്കും, ശിക്ഷ ആയിരിക്കില്ല. റബ്ബേ, ശിക്ഷയാണെങ്കിൽ ഞാൻ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല പഠിച്ചോനെ. ഒരാൾക്കും ഞാൻ ഒന്നുകൊണ്ട് വെറുപ്പിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം നൽകിയിട്ടേ ഉള്ളൂ. അതേ, പരീക്ഷണമായിരിക്കാം. അവൻ ആ ജയിലിൻ്റെ അഴികൾ എണ്ണിക്കൊണ്ട് കരയുകയായിരുന്നു. എന്നാൽ കോടതി മുറിയുടെ നിശബ്ദതയിൽ നിന്നാണ് റിസ്വാന വക്കീൽ ആ സത്യം തിരിച്ചറിഞ്ഞത്. കള്ളക്കേസിൽ കുടുങ്ങി അഴിയെണ്ണുന്ന നവാസ് പൂർണ്ണമായും നിരപരാധിയാണ്. ഫയലുകളെല്ലാം അവൾ നോക്കി. എന്നാൽ ഒരുപാട് തെറ്റുകളെല്ലാം എഴുതി കള്ളത്തരങ്ങൾ എഴുതിയ ഫയലുകളും അവൾ കണ്ടെത്തി. കള്ളക്കേസിൽ കുടുങ്ങി അഴിയെണ്ണുന്ന നവാസ് പൂർണ്ണമായും നിരപരാധിയാണ്. അത് തെളിയിക്കണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. നവാസിൻ്റെ ഭാര്യയുടെ അനിയത്തിയായ ഹസീനയെ കണ്ടെത്തണം. കേസിൻ്റെ നിർണായകമായ രേഖകളും തെളിവുകളും അവളുടെ കയ്യിലാണ്. എന്നാൽ നാട്ടിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയായ ഹസീന എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ലായിരുന്നു. അതെ, അവളും ജയിലിൽ കിടക്കേണ്ടത് തന്നെ ആയിരുന്നു. അവളുടെ പേരിലും കേസുണ്ടായിരുന്നു. കാരണം പല രീതിയിലും. എന്നാൽ അവൾ നൈസായിട്ട് മുങ്ങി എന്ന് തന്നെ പറയാം. എങ്കിലും തമിഴ്നാട് പോലീസിൻ്റെയൊക്കെ അന്വേഷണമുണ്ട് അവളുടെ പേരിൽ. പക്ഷേ അവൾ എവിടെയാണെന്നോ എന്താണെന്നോ ഒരു പിടുത്തവുമില്ല. ആർക്കും ഒരു വിവരവുമില്ലായിരുന്നു. അന്വേഷണം മുമ്പോട്ട് പോകുന്നോറും റിസ്വാന വക്കീലിന് ഒരു സൂചന ലഭിച്ചു. അവർ ഇപ്പോൾ ബാംഗ്ലൂരിലുണ്ട്. കേസിൻ്റെ ചുരുളഴിക്കാൻ വക്കീൽ ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഫീറിനോട് ഈ ഒരു കാര്യം പറയുന്നു. അതെ ഇക്ക, എന്തായാലും നമുക്ക് ഈ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇക്ക വരണം. എൻ്റെ പെണ്ണെ, നിനക്ക് വേണ്ടി ഞാൻ ഏതും വരാനും തയ്യാറാണ്. സത്യമായിട്ടും നിൻ്റെ ജോലി അത് തന്നെയല്ലേ. അതിൽ നിന്ന് ഒരിക്കൽ പോലും ഞാൻ തെന്നി മാറില്ല. നിൻ്റെ ആഗ്രഹം എന്താണ് അതിനനുസരിച്ച് ഞാൻ നിൽക്കും. എന്നാൽ ബാംഗ്ലൂരിലെ പ്രശസ്തമായൊരു ഡാൻസ് ബാറിലായിരുന്നു ഹസീന. നാട്ടിലെ സാധാരണക്കാരിയായ ഹസീനയല്ല ഇപ്പോൾ അവൾ. ഡാൻസ് ബാറിലെ മുതലാളിയുമായി കരാറിലൊപ്പിട്ട് അവിടുത്തെ പ്രധാന പാട്ടുകാരിയും സ്ഥിരം നർത്തകിയുമായി മാറിക്കഴിഞ്ഞു അവൾ. പണത്തിൻ്റെയും ബാറിലെ ആർഭാടങ്ങളുടെയും തിളക്കത്തിൽ അവൾ സ്വന്തം ജീവിതം ആഘോഷിക്കുകയായിരുന്നു. അന്യപുരുഷന്മാരുടെ ഒപ്പം കാറുകളിൽ രാത്രി വൈകി എത്തുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതുമൊക്കെ അവൾക്കിപ്പോൾ ഒരു ഹരമായി മാറിയിരിക്കുന്നു. എന്നാൽ ആ ഫ്ലാറ്റിലെ 4 ചുവരുകൾക്കുള്ളിൽ മറ്റൊരാൾ നരകയാതന അനുഭവിക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, ഹനീഷ്. ഒരു കാലത്ത് ഹസീനയുടെ പിന്നാലെ നടന്ന് പ്രണയിച്ചവനാണ് അവൻ. ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് അവളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടതാണ്. പാവപ്പെട്ട അമ്മയെയും അച്ഛനെയും അവൻ നോക്കിയില്ല. അവൻ അവരെയൊന്നും വകവെക്കാതെ അവളുടെ കൂടെ ഇറങ്ങി തിരിച്ചു. എന്നാൽ പലതവണ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. പക്ഷേ അതിനവൾ സമ്മതിച്ചില്ല. അഥവാ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ നിമിഷം ഞാൻ കേസ് കൊടുത്തു. എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി മുങ്ങുകയാണ് എന്ന് പറഞ്ഞ് പിന്നെ കാലാകാലം അഴി എണ്ണേണ്ടി വരും. അതുമാത്രമല്ല, നിന്റെ മാതാപിതാക്കൾക്ക് അതൊരു വലിയ തലവേദനയായി തീരും. എന്താ വേണ്ടത്? നിനക്കെതിരെ കേസ് കൊടുക്കണോ അതോ ഇവിടെ നിൽക്കണോ? പിന്നെ നഷ്ടപരിഹാരത്തുക നീ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിരിക്കും. നീ പാവമാണ്, എനിക്കറിയാം. നിന്റെ അമ്മയും അച്ഛനും പാവമാണ്. ലക്ഷക്കണക്കിന് രൂപ ചോദിച്ചാലേ ഒരിക്കലും നിനക്ക് തരാൻ കഴിയില്ല. പിന്നെ കാലാകാലം അഴി എണ്ണേണ്ട അവസ്ഥയായിരിക്കും. അതുമാത്രമല്ല, പീഡന കേസ് മാത്രമല്ല, പല രീതിയിലുള്ള കേസും ഞാൻ നിന്റെ മേലിൽ ചുമത്തും. എന്താ അതെല്ലാം കേട്ട് അവനാകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. റബ്ബേ, ഏത് നിമിഷമാണ് ആ ലക്ഷണം കെട്ട പെണ്ണിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? എൻ്റെ ബുദ്ധിമോശം. ഫോണ് പോലും ഞാൻ ആ കിണറ്റിലേക്ക് ഇട്ടിട്ടാണ് പോന്നത്. കാരണം എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട്. എന്തൊരു ബുദ്ധിമോശമാണ് ഞാൻ ചെയ്തത്. എന്നാൽ ഇന്ന് അവളുടെ കാമുകനല്ല അവൻ, വെറുമൊരു വേലക്കാരൻ മാത്രം. ഹസീനയുടെ ഷെഡ്യൂൾ അനുസരിച്ചാണ് അനീഷിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. രാത്രി 3 മണിക്കും 4 മണിക്കുമാണ് പലരുടെയും കാറുകളിൽ അവൾ ഫ്ലാറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. അവൾ വരുമ്പോഴേക്കും ചൂടുള്ള ഭക്ഷണവും പാനീയങ്ങളും തയ്യാറാക്കി വെക്കണം. അവളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ച് അത് ഉണക്കി അയൺ ചെയ്ത് വെക്കണം.
അവൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അല്പം വൈകിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഹസീനയുടെ ഭീഷണിയും മാനസിക പീഡനവുമാണ് അനീഷിന് ലഭിച്ചിരുന്നത്. പോലീസിൽ പിടിപ്പിച്ചു കൊടുക്കുമെന്നോ കള്ളക്കേസിൽ കൊടുക്കുമെന്നോ ഉള്ള ഭീഷണിക്ക് മുന്നിൽ അവൻ നിസ്സഹായനായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും എന്നെ കാത്ത് പാവം ആ വീട്ടിൽ ഇരിപ്പുണ്ടാവും. അന്ന് ആ ബുദ്ധിമോശം കാണിച്ചില്ലെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. രാത്രികളിൽ ഹസീന ഉറങ്ങാൻ കിടക്കുമ്പോൾ തറയിലിരുന്ന് അനീഷ് കണ്ണീരൊഴുക്കും. അവളുടെ ധിക്കാരവും സ്വഭാവ ദൂഷ്യവും കണ്ട് അവൻ അവളോട് അറപ്പും വെറുപ്പും മാത്രമാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത്. ഈ തടവറയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഹസീനയുടെ ആ ഒരു ഭീഷണിക്ക് മുമ്പിൽ പാവം അവൻ തളർന്നിരിക്കുകയായിരുന്നു. ഒരു നിമിഷം അവൻ ആലോചിച്ചു, ദൈവമേ, ഞാൻ വല്ലാത്ത എൻ്റെ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ വലയിൽപ്പെട്ട് ഞാനങ്ങ് പോന്നു. പക്ഷേ ഇത്രക്കും ഒരു ഭീകരവാദിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു. അതെ, അവളുടെ സാറന്മാർ ബോസുമാരെ കൂടെ അവളിങ്ങ് വന്നിറങ്ങുമ്പോൾ അതെ ഒരു പട്ടിയെപ്പോലെ എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കും. അതേ അനീഷ്, ഇവിടെ വരൂ, ഈ ഗ്ലാസ്സുകളൊന്ന് കഴുകി കൊണ്ടുവരൂ. അതെ, അങ്ങനെ പല രീതിയിലും മോശമായ രീതിയിലാണ് അവനെ അത്രക്കും. കുറച്ച് വെള്ളമൊഴിക്കൂ. വെള്ളമൊഴിച്ചപ്പോൾ അല്പം ആ വെള്ളം ആ ടേബിളിൽ വീണപ്പോൾ അവൾ കയർത്തു. നിന്റെ തള്ള വരുമടാ ഇത് നന്നാക്കാനേ. ശരിക്കും ആ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അവളുടെ ടീം അവർ അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഒരു അത്രക്കും മോശമായ ഒരു ദരിദ്രനായ ജോലിക്കാരനെ പോലെ അത്രക്കും മൃഗീയമായ രീതിയിലാണ് അവളുടെ സ്വഭാവങ്ങളും കാട്ടിക്കൂട്ടലുകളും അനീഷിനോട് അവൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടുന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കും. അതാണ് ഭയം. പിന്നീട് എനിക്ക് കാലാകാലം ജയിലിന് അഴിയെണ്ണാൻ വയ്യ. ശരിക്കും അതാ അവൻ്റെ ആ ഒരു ദയനീയമായ അവസ്ഥ. അനീഷ് പല ദിവസങ്ങളിലും പൊട്ടിക്കരയാറുണ്ട്, ആരും കാണാതെ. തൻ്റെ വിധിയോർത്ത് മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിന് അറിയാതെ അവളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അവളുടെ ഒരു ജോലിക്കാരൻ മാത്രമാണ് ഞാൻ. എന്നാൽ ഈ സമയം അതാ നമ്മുടെ റിസ്വാന വക്കീൽ പുറപ്പെടുകയാണ് അന്വേഷണത്തിന് വേണ്ടി. ബാംഗ്ലൂരിലേക്കുള്ള ആ യാത്ര ഒരു സാധാരണ കേസന്വേഷണം മാത്രമായിരുന്നില്ല, അത് നീതിക്ക് വേണ്ടിയുള്ള തീർത്ഥാടനമായിരുന്നു. റിസ്വാന വക്കീൽ തൻ്റെ ഔദ്യോഗിക വേഷങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമില്ലാതെ തികച്ചും ഒരു സാധാരണക്കാരിയായിട്ടാണ് യാത്ര തിരിച്ചത്. അതെ, കറുത്ത ഹിജാബും ലളിതമായ വസ്ത്രവും ധരിച്ച അവൾക്കൊപ്പം നിഴൽ പോലെ കരുത്തായി പ്രിയപ്പെട്ട ഭർത്താവ് സഫീർ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സഫീർ ചോദിച്ചിരുന്നു, റിസ്വാന, നമുക്ക് ഫ്ലൈറ്റിന് പോയാലോ? പെട്ടെന്ന് എത്താമല്ലോ, യാത്രയുടെ ക്ഷീണം ഉണ്ടാവില്ല. റിസ്വാന പുഞ്ചിരിയോടെ സഫീറിൻ്റെ കൈകളിൽ പിടിച്ച് മറുപടി പറഞ്ഞു, വേണ്ട സഫിക്ക, നമുക്ക് ട്രെയിൻ മാത്രം മതി. അങ്ങനെയാകുമ്പോൾ എനിക്ക് ഞങ്ങളുടെ കൂടെ അല്പം കൂടുതൽ സമയം ഇരിക്കാലോ. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി പോയി വരണം. എനിക്ക് ഈ സത്യങ്ങൾ കണ്ടെത്തുവാൻ. ആഡംബരങ്ങൾ സത്യത്തെ മൂടി വെക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പണത്തോടോ പ്രശസ്തിയോടോ ആഗ്രഹമില്ല. അഴിയെണ്ണുന്ന ആ പാവൻ നവാസിൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. ഹസീനയുടെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു കൊണ്ടുവരണം. അതിനെനിക്ക് ജനങ്ങൾക്കിടയിലൂടെ നടക്കണം. സഫീർ അഭിമാനത്തോടെ തൻ്റെ പ്രിയതമയെ നോക്കി. പണത്തിനു മീതെ പരുന്തും പറക്കാത്ത കാലത്ത് കേവലം നീതിക്ക് വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച തൻ്റെ ഭാര്യയോട് അവൻ ആദരവ് തോന്നി. ട്രെയിൻ പാളങ്ങളിലൂടെ കുതിച്ചു പാഞ്ഞു. വിൻഡോ സീറ്റിലിരുന്ന് റിസ്വാന പുറത്തെ കാഴ്ചകൾ ഓരോന്നും സഫീർ കാണിച്ചു കൊടുത്തു. പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങൾ, കുന്നിൻ ചെരുവുകൾ, പുഴകൾ, ജീവിതത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഇത്തരം ട്രെയിൻ യാത്രകൾ റിസ്വാനയുടെ മനസ്സിൽ സന്തോഷവും എനർജിയും നിറച്ചു. അല്പസമയത്തകം പുറത്ത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. തണുത്ത ആ ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. ദീർഘദൂരം യാത്രയുടെ ക്ഷീണം കൊണ്ടും മനസ്സിനുള്ളിലെ വലിഞ്ഞു മുറുകിയ ചിന്തകൾ അയഞ്ഞതുകൊണ്ടും റിസ്വാനയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അവൾ അറിയാതെ തൻ്റെ സഫീറിൻ്റെ തോളിലേക്ക് പതുക്കെ ചാരി തുടങ്ങി. തൻ്റെ തോളിൽ ഉറങ്ങുന്ന പ്രിയതമയുടെ തലയിലെ ഹിജാബിന് മുകളിലൂടെ സഫീർ പതുക്കെ തലോടി. പുറത്ത് ശക്തമായി മഴ പ്രാപിക്കുകയാണ്. പെയ്യുന്ന ഓരോ മഴത്തുള്ളികളും
സാക്ഷിയാക്കി സഫീർ മനമുരുകി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റബ്ബേ, എൻ്റെ ഭാര്യയ്ക്ക് ഈ കേസ് തെളിയിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. റഹ്മാനെ, അവൾ സ്വന്തം സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല, ഒരു നിരപരാധിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നീതിക്ക് വേണ്ടി പോരാടുന്ന എൻ്റെ ഭാര്യയുടെ ആഗ്രഹം നീ സഫലമാക്കി കൊടുക്കണേ റബ്ബേ, ആമീൻ. അവൻ്റെ കണ്ണുകൾ അറിയാതെ ഈറനടഞ്ഞു. ആ യാത്രയിലുടനീളം അവൻ അവൾക്ക് കാവലായി വഴികാട്ടിയായി ഒപ്പം നിന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രക്കൊടുവിൽ ട്രെയിൻ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അതെ ഋഷു, പെണ്ണേ, എടി പെണ്ണേ. അതെ, പതുക്കെ അവളുടെ കവിളിൽ അവൻ തട്ടി വിളിച്ചു. ആ ഇക്ക. അതെ, അല്ല, ഇറങ്ങണ്ടേ? ഇനി ഈയൊരു ട്രെയിനിൽ തിരിച്ചു പോണോ? അല്ല, ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. വാ പെണ്ണേ, സ്ഥലമെത്തി, നമുക്ക് ഇറങ്ങാം. ഉണർന്നെഴുന്നേറ്റ് റിസ്വാൻ വക്കീലിൻ്റെ കണ്ണുകളിൽ ഭയമോ തളർച്ചയോ ഉണ്ടായിരുന്നില്ല. പകരം ഒരു പുതിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന എനർജിയും ആത്മവിശ്വാസവും മാത്രമായിരുന്നു. സഫീറിൻ്റെ കൈ പിടിച്ച് ബാംഗ്ലൂരിൻ്റെ തിരക്കേറിയ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ റിസ്വാന മനസ്സിൽ ഉറപ്പിച്ചു, ഇനി ലക്ഷ്യത്തിലേക്ക് അധിക ദൂരമില്ല. അവളെ പിടിക്കണം. അതെ, ഹസീന എന്ന പെണ്ണിനെ. ഒരുപക്ഷെ അവളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളെല്ലാം അറിയും. എന്നാൽ അതാ നവാസിൻ്റെ ആ രേഖകളിൽ അതിൽ ഷമ്മാസ് ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ സൗദ ആവശ്യപ്പെട്ട ഒരു ഫോണിനെ കുറിച്ച് ഉണ്ടായിരുന്നു. അത് ഹസീനയുടെ കൈകളിലാണ് എന്നുള്ള കാര്യവും നവാസിൻ്റെ വരുമാനം പകുതിയും ആ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്നുള്ള വിവരവും അവൾക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അതെല്ലാം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുകയും ആ കേസിൻ്റെ ശരിക്ക് കഴമ്പിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അത് ട്രെയിനിറങ്ങി അവർ നടക്കുന്നു. പെണ്ണേ, എന്തിക്ക, ചായ വേണ്ടേ? നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു ചായയും നല്ലൊരു പരിപ്പുവടയും കഴിക്കാമല്ലേ? നീ എന്തീ പറയുന്നത്? ഈ തെരുവുകളിൽ വെച്ചോ? അതെ, ഇവിടെ മതി. ഇവിടെ ആയാലെന്താ? നമ്മളിവിടെ എത്തിയപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. ഒരിക്കലും വക്കീലെന്നോ ആ ഒരു പദവിയോ ഞാൻ പഠിച്ചതെന്നോ ആ ഒരു അഹംഭാവം നടിക്കാനല്ലല്ലോ നമ്മളിവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം ഇവരെ കണ്ടുപിടിക്കാൻ. ഡാൻസ് ബാറും ഹസീനയെയും അങ്ങനെയൊക്കെ. ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്നിറങ്ങി ബഹളമായ തെരുവുകളിലൂടെ നടക്കുമ്പോൾ സഫീർ ചോദിച്ചു, റിസ്വാന, നിന്നെ ഞാനിങ്ങ് നടത്തുന്നത് ശരിയാണോ? എന്തൊക്കെ പറയുന്നത്? നമുക്ക് നടക്കണം. നടന്നിട്ട് തന്നെ അല്ല ഒരു ഓട്ടോ? നോ താങ്ക്സ്, നമുക്ക് നടക്കാം ഇതുവഴി. റിസു, നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫ്രഷായി എന്തെങ്കിലും കഴിച്ചാലോ? റിസ്വാന പുഞ്ചിരിയോടെ തലയാട്ടി പറഞ്ഞു. വേണ്ട ഷെഫിക്ക, നമുക്ക് അങ്ങനെയുള്ള വലിയ ഹോട്ടലുകളൊന്നും വേണ്ട. ഒരു സാധാരണ തട്ടുകട മതി. നമ്മുടെ കോട്ടിൻ്റെ പ്രൗഢിയോ വലിയ ആളാണെന്ന ഭാവമോ കണ്ടാൽ ആരും നമ്മോട് മനസ്സ് തുറക്കില്ല. ഞാനൊരു വക്കീലാണെന്നോ കേസന്വേഷണത്തിന് വന്നതാണെന്നോ അറിഞ്ഞാൽ ആരും ഒന്നും പുറത്തു പറയുകയുമില്ല. ഡാൻസ് ബാറുകളുടെയും അവിടുത്തെ രഹസ്യങ്ങളുടെയും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മൾ തികച്ചും സാധാരണക്കാരാണ്. എങ്കിൽ മാത്രമേ ആളുകൾ സംശയമില്ലാതെ സംസാരിക്കുള്ളൂ. അങ്ങനെ നടക്കവെയാണ് തെരുവോരത്ത് ഒരു വൃദ്ധൻ നടത്തുന്ന ചെറിയൊരു നാടൻ തട്ടുകട അവരുടെ കണ്ണിൽ പെട്ടത്. അവിടെ ആ കണ്ണാടിക്കൂട്ടിൽ ചൂടുള്ള പരിപ്പുവടയും ഉഴുന്നുവടയും പഴംപൊരിയും നിരന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഫ്രൈ ചെയ്ത് അതിനുള്ളിലേക്ക് ഇടുന്നുമുണ്ട്. അവർ ആ തട്ടുകടയിലേക്ക് കയറി. അതിനെന്താ, ഇവിടെ മതി. നല്ല നാടൻ പരിപ്പുവടയും കടുപ്പത്തിൽ 2 ചൂട് ചായയും ഓർഡർ ചെയ്തു. മഴ തോർന്ന ബാംഗ്ലൂരിൻ്റെ തണുപ്പിൽ തെരുവിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവനോടൊപ്പം ആ ചുടുചായ കുടിച്ചപ്പോൾ റിസ്വാനയുടെ മനസ്സിൽ വലിയൊരു സന്തോഷം നിറഞ്ഞു. പക്ഷേ ആ സന്തോഷത്തിനിടയിലും അവരുടെ കണ്ണുകളിൽ ആ യഥാർത്ഥ അന്വേഷണ ഉദ്യോഗസ്ഥയുടെയും അഭിഭാഷകയുടെയും കൂർമ്മത നിലനിന്നിരുന്നു. ഓരോ മനുഷ്യരെയും ചുറ്റുപാടുകളെയും അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കെ വളരെ സ്വാഭാവികമായി റിസ്വാൻ വക്കീൽ ആ വൃദ്ധനോട് സംസാരിക്കാൻ തുടങ്ങി. അതെ, 2 ചായ, പിന്നെ കുറച്ച് സ്നാക്കും വേണം. അതെ, മലയാളിയായ ഒരു പയ്യൻ. ആ മലയാളിയായ പയ്യൻ അതാ ചായയും കടിയും വാങ്ങിച്ചുകൊണ്ട് പെട്ടെന്ന് ധൃതിയിൽ ഓടിപ്പോകുന്നു. ആഹാ,
ഒരു മലയാളിയെ കിട്ടിയല്ലോ. റിസ്വാന സന്തോഷിച്ചു. എന്നാൽ അവൻ ധൃതിയിൽ പോവുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അതെ ഉപ്പപ്പ, ഇവിടെ മലയാളികളൊക്കെ ഉണ്ടല്ലേ? ആ മോളെ, ഇവിടെയൊക്കെ മലയാളികളൊക്കെ ഉണ്ട്. മലയാളികളൊക്കെ ഞാനൊക്കെ ഇവിടെ ആദ്യം വന്ന് കൂടിയതാണ്. പിന്നെ ഇവിടുത്തെ ഭാഷയും അവിടുത്തെ ഭാഷയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് പല രീതിയിലങ്ങനെ ആയിപ്പോയി. അല്ല, അവൻ ശരിക്കും? അതെ, അതൊരു മലയാളി പയ്യൻ തന്നെയാണ്. എന്താ ചെയ്യുക, മലയാളി പയ്യൻ കൂടെ ഒരു പെണ്ണിനെയും കൊണ്ടൊക്കെ വന്നിരുന്ന്. പക്ഷേ ഒരു നിമിഷം റിസ്വാന വക്കീൽ ഞെട്ടി. എന്താ? അല്ല, അവളിപ്പോൾ വലിയ പണക്കാരിയായി. ഇവനാണെങ്കിൽ അവിടെ വേലക്കാരിയും. അവളെ ഇപ്പം ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, അതാണ് ചായക്ക് വേണ്ടി ഓടിയത്. ആ, ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ, ഇതൊന്നല്ല ഫുഡ് അപ്പുറത്തുനിന്ന് വാങ്ങാം. ഇതിപ്പോൾ എന്താണെന്നാവോ, പഴംപൊരിയും ഉള്ളിവടയും പരിപ്പ് വടയൊക്കെ കൊണ്ടുപോയത്. ചില ആളുകൾക്ക് പല ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ. മറ്റേ ആളുകൾ നല്ല ഫാസ്റ്റ് ഫുഡ്, ഷവായ, അൽഫഹം, മന്തി, ബ്രോസ്റ്റ് അതൊക്കെ കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതെന്തോ ഒരു ചെറിയ പാർട്ടി ആയിരിക്കും. എന്നാൽ ഒരു നിമിഷം, അതാ റിസ്വാന വക്കീൽ പറയുന്നു, ഷെഫിക്ക, നമ്മൾ ഉദ്ദേശിച്ച വഴി ശരിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആദ്യ ലക്ഷ്യം ഹസീനയല്ല, ആ പയ്യനാണ്. അവനെ കെണിയിൽ നിന്ന് പുറത്തെത്തിക്കണം. അവനിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരുമ്പോൾ ഹസീനയുടെ കെട്ടുകഥകളെല്ലാം പൊളിയും. ആ വൃദ്ധന് ചായയുടെയും കടിയുടെയും പണം നൽകി പുതിയൊരു ഊർജത്തോടെയും ആത്മവിശ്വാസത്തോടെയും റിസ്വാന വക്കീൽ ഭർത്താവ് സഫീറുമായി അതാ മുന്നോട്ട് പോകുവാൻ നിൽക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, അല്ല ഉപ്പപ്പ, എന്താണ് അവരുടെ പ്രശ്നം? അല്ല, അവർ വന്നല്ലോ, നിങ്ങൾ എന്തോ പറയാൻ. മക്കൾ എങ്ങോട്ടാണ് വരുന്നത്? ആരെങ്കിലും അന്വേഷിച്ച് വരികയാണോ? അതെ, ചെറിയൊരു അന്വേഷണമുണ്ട്. ഓ, അങ്ങനെ. അല്ല, ഇപ്പോൾ ഇവിടെ ചായക്ക് വന്ന പയ്യൻ? അതേ മോളെ, കടക്കാരനായ വൃദ്ധൻ. അനീഷിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ വലിയ ആഘാതവും അതേസമയം തന്നെ വലിയൊരു പ്രതീക്ഷയും ഉണ്ടാക്കി. ആ വൃദ്ധൻ വക്കീലിനോട് അനീഷിൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഒരിക്കൽ പോലും വക്കീലാണെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ എന്നുള്ള ആ ഒരു രീതിയൊന്നും അവരപ്പോഴും പറഞ്ഞതുമില്ല, അറിഞ്ഞതുമില്ല. പൊന്നു മോളെ, ആ ചെക്കനെ കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച പാവം പയ്യനാണ്. അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ അറിഞ്ഞൂടെ എന്ത് നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ഏതായാലും പെണ്ണുങ്ങളുടെ ചതിക്കുഴയിൽ പെട്ടുപോയി വീണതാണ്. തുടക്കത്തിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി അവനെ ഭയങ്കരമായി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ കയ്യിൽ വന്ന് ചായ കുടിക്കുമ്പോൾ അവൻ വിഷമം പറഞ്ഞു കരയും. അപ്പൂപ്പ, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് നാട്ടിലേക്ക് പോകണം, എൻ്റെ അമ്മയും അച്ഛനും കാത്തിരിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടും. ഞാൻ അവന് ധൈര്യം കൊടുക്കും. പക്ഷേ ആ പെൺകുട്ടിയെ ഭയന്ന് അവൻ ഇന്നും ആ തടവറയിൽ കഴിയുകയാണ്. വൃദ്ധൻ്റെ ആ വാക്കുകൾ കേട്ടതോടെ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ഏറെക്കുറെ പദ്ധതി വ്യക്തമായി. ഹസീനയെ നേരിട്ട് കാണുന്നതിന് മുമ്പ് ആ ഫ്ലാറ്റിൽ വേലക്കാരനായി കഴിയുന്ന അനീഷിനെ രഹസ്യമായി കാണണം. അനീഷിനെ ഹസീനയുടെ ഭീഷണിയിൽ നിന്നും തടവറയിൽ നിന്നും മോചിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയാൽ അവനിൽ നിന്ന് നവാസിൻ്റെ നിരപരാധിത്വം തെളിക്കുന്ന മുഴുവൻ രേഖകളും വിവരങ്ങളും ലഭിക്കും. സഫീറുമായി ആ കാര്യമെല്ലാം അതാ ആലോചിക്കുന്നു. ഹസീന ഡാൻസ് ബാറിലേക്ക് പോകുന്ന രാത്രി. ആ സമയത്ത് അനീഷിനെ മാത്രം തനിച്ചു കണ്ട് സംസാരിക്കാൻ റിസ്വാന വക്കീൽ തീരുമാനിക്കുന്നു. ഷഫീർക്ക, പടച്ചവൻ്റെ സഹായത്തോടെ നമ്മൾ ആ പാവം ചെറുപ്പക്കാരനെയും രക്ഷിക്കും. അഴിയെണ്ണുന്ന നവാസിനെയും നീതി വാങ്ങി നൽകും. സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങാൻ അവർ ആ കൊച്ചു തടവറയിൽ നിന്നും അടുത്ത നീക്കത്തിനായി മുന്നോട്ടിറങ്ങുന്നു. എന്നാൽ അവർ ചായയുടെയും കടിയുടെയും പൈസ 500 രൂപയാണ് കൊടുത്തിരുന്നത്. അയാൾ അത് തിരികെ അതിൻ്റെ ബാക്കി, മക്കളെ പോകല്ലേ, ഇതിൻ്റെ ബാക്കി, നിങ്ങളിപ്പോൾ ഒരു ഉള്ളിവടയും ഒരു പഴംപൊരിയും ഒരു പരിപ്പ് വടയല്ലേ എടുത്തത്, 2 ചായയും, എന്നിട്ടിപ്പോൾ എന്താ ഈ 500 നോട്ട് നിന്ന് പോകുകയാണോ? മക്കളെ ബാക്കി. അദ്ദേഹം കൊടുക്കുവാൻ നിൽക്കുമ്പോൾ റിസ്വാന വക്കീൽ പറഞ്ഞു, ഉപ്പപ്പ, അതവിടെ ഇരിക്കട്ടെ. അല്ല മക്കളെ, നിങ്ങളെന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ടുണ്ടാക്കണേ അല്ലേ? അല്ല ഉപ്പപ്പ, അത് അവിടെ ഇരുന്നോട്ടെ. ബാക്കി പണം അവർ തിരികെ വാങ്ങിയില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, നിങ്ങൾ ആരാ സത്യത്തിൽ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ്. മക്കളെ, നിങ്ങളെ പഠിച്ചോ നന്നാക്കും, നിങ്ങളെ ഉദ്ദേശം പഠിച്ചോനെ സ്വീകരിക്കട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സ് മലിഞ്ഞു. എടേ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ പഠിച്ചോൻ്റെ വിധി കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് അലയേണ്ടി വന്നില്ല.
പിന്നെ ഇദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് ഇക്ക അതെ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ തന്നെ സഫീർ അവൻ്റെ കൈകളിൽ കരുതിയിരുന്ന 500-ൻ്റെ 4 നോട്ടുകൾ എടുത്തു. ഉപ്പുപ്പ ഇതാ. മോനെ ഇതെന്താ? ഉപ്പുപ്പ അതെ നിങ്ങൾക്ക് ഇന്നൊക്കെയുള്ള ക്യാഷാണിത്. ഇത് കുറഞ്ഞ ക്യാഷാണ്. എന്നാലും മോനെ ശരിക്കും ആ ക്യാഷ് അദ്ദേഹം കണ്ണുകളിൽ വെച്ചിട്ട് പൊട്ടിക്കരയുന്നു. മോനെ എന്ത് ഞാനീ കാണുന്നത് സത്യമാണോ? എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മോനെ. വീട്ടിലേക്ക് പോകാം. ഇന്ന് വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാം. ആ പിതാവിൻ്റെ ആ ഒരു സ്നേഹം അത് കണ്ടപ്പോൾ സഫീറിൻ്റെ മനസ്സലിഞ്ഞു. അല്ലുപ്പ ഞങ്ങൾ പിന്നീട് വരാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഇവിടെ കച്ചവടം ചെയ്യേ. അല്ല ആ കുട്ടിയെ ഇവിടെ നിർത്തിയാൽ മതി, അവൻ കച്ചവടം ചെയ്തോളും. അവന് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ അത്യാവശ്യത്തിന് വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലുപ്പ ഞങ്ങൾ പിന്നീട് വരാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പോകട്ടെ. ആ ഉപ്പപ്പയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ റിസ്വാനക്കും സഫീറിനും വല്ലാത്തൊരു ആശ്വാസമായി. അല്ലുപ്പ നിങ്ങൾ പറഞ്ഞില്ലേ ആ പയ്യൻ താമസിക്കുന്ന ആ വീട് അത് ഏത് ഫ്ലാറ്റാ കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അവൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞപ്പോൾ പാവം തോന്നി, അതുകൊണ്ടാണ്. അല്ല മക്കളെ, അല്ല ആ ഫ്ലാറ്റിൻ്റെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത് കുട്ടിയുടെ പയ്യൻ്റെ കാര്യമാണോ? ആ പയ്യൻ്റെ അവസ്ഥ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാമല്ലോ. മക്കളെ സഹായിക്കുകയാണെങ്കിൽ അവനെ സഹായിച്ചോളൂ. ഭാര്യൻ്റെ അടുത്ത് പൂത്ത പണമാണ്, അതവൾക്ക് ആവശ്യമുള്ളവർക്കാണ്. അല്ലാതെ ആ പാവം ഒരു ഡ്രസ്സ് പോലും ആ ചെക്കനക്ക് നല്ല രീതിയിൽ കൊടുക്കില്ല. അത്രക്കും ഒരു മോശമായ. നിങ്ങൾ കാണണമെങ്കിൽ ആ കുട്ടിയെ പോയി ഒന്ന് കണ്ടോളി. അതാ ഇവിടുന്ന് നേരെ കാണുന്ന വലിയ ഫ്ലാറ്റ് ഉണ്ടല്ലോ, അത് ആ ഫ്ലാറ്റിൻ്റെ മുകളിലാണ്. മുകളിലത്തെ ഏറ്റവും നല്ല ടോപ്പിലാണ് അവർക്കുള്ള റൂം. പക്ഷെ അവൻ കിടക്കുന്ന തറയിലാണ്. അവനവിടെ റൂമിലേക്കൊന്നും പ്രവേശനമല്ല, അവൻ ബാൽക്കണിയിലൊക്കെയാണ് അവൻ്റെ സ്ഥാനം. എന്താ ചെയ്യുക, പിന്നെ ആരെയും ഗസ്റ്റ് വരുമ്പോൾ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുക, ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് അവൻ്റെത്. അല്ലാതെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കൂടെ ഒന്നും ഇരുത്തുകയോ ഒന്നുമില്ല. എന്തൊരു ആപ്പിൾ പോലുള്ളൊരു മോനായിരുന്നെന്നോ. എനിക്ക് ഓർമ്മയുണ്ട് വന്ന പാടൊക്കെ. ഞാനങ്ങനെ നമ്മൾക്ക് ഈ ചില കുട്ടികൾ ആൺകുട്ടികളെ കാണുമ്പോൾ തന്നെ ഒരു രസമാണല്ലോ. അറ്റങ്ങളുടെ മുഖമൊക്കെ ഒരു ആപ്പിൾ പോലെ ചുവന്ന് തുടുത്ത് എന്തൊരു തുടുപ്പുള്ള മോനായിരുന്നേ. പക്ഷെ ഇപ്പോൾ ആകെ കോലം കെട്ട്, മനസ്സിനും സമാധാനമല്ല, ആകെപ്പാടെ ഒരവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ആ കുട്ടീനെ എൻ്റെ മാതാപിതാക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പഠിച്ചവൻ്റെ കാവലുണ്ടാകും ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ അവർ രാത്രിയാവുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. രാത്രിയുടെ നിശബ്ദത ബാംഗ്ലൂർ നഗരത്തെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഡാൻസ് ബാറിൽ ലൈറ്റുകളുടെ വെളിച്ചത്തിലും സംഗീതത്തിലും ഹസീന മുഴുകിയിരിക്കുന്ന ആ സമയത്താണ് റിസ്വാൻ വക്കീലും ഭർത്താവ് സഫീറും അവൾ താമസിക്കുന്ന ആഡംബര ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തിയത്. കടക്കാരനായ വൃദ്ധൻ തന്ന വിവരമനുസരിച്ച് അവർ പതുക്കെ ഫ്ലാറ്റിൻ്റെ ഡോർബെൽ അടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം വളരെ ഭയത്തോടെ വാതിൽ ചെറുതായി തുറന്നൊരു രൂപം പുറത്തേക്ക് നോക്കി. അതെ, നേരത്തെ കണ്ട പയ്യൻ. തളർന്ന കണ്ണുകളും വറ്റിവരണ്ട ചുണ്ടുകളും ക്ഷീണിച്ച മുഖവുമുള്ള ആ ഒരു ചെറുപ്പക്കാരൻ. അവൻ ഭയത്തോടെ ചോദിച്ചു, ആരാ? ആർക്കാണ്? ഹസീന ഇവിടെ ഇല്ല, ബാറിലാണ്. റിസ്വാൻ വക്കീൽ സ്നേഹത്തോടെയും ശാന്തതയോടെയും പറഞ്ഞു. ഞങ്ങൾ ഹസീനയെ കാണാൻ വന്നതല്ല അനീഷേ, ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാണ്. പേടിക്കണ്ട, നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അനീഷ എന്ന് വിളിച്ചതും തൻ്റെ പേര് അവർക്ക് അറിയാമെന്നതും അവനിൽ കൂടുതൽ ഭയമുണ്ടാക്കി. എന്നാൽ സഫീർ അവൻ്റെ തോളിൽ കൈവച്ചു. വേണ്ട, എന്നൊന്നും ചെയ്യരുത്, ഞാനൊരു പാവാണ്. പേടിക്കണ്ട നീയാ, ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്. നിനക്ക് നാട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ പാവത്തിൻ്റെ കൺകോണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവനവരെ വേഗത്തിൽ അകത്തേക്ക് കയറ്റുന്നു. അതെ, ഇങ്ങോട്ട് കയറിയിരുന്നോളൂ, കണ്ട പ്രശ്നമാവും. അകത്തേക്ക് കയറ്റി വാതിലടച്ചു. അവർ അകത്തേക്ക് കയറി. കാരണം ഹസീന ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ഫ്ലാറ്റിലെ മുറിയിലിരുന്ന് അനീഷ് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ തൻ്റെ 2 കൈകളും ഉയർത്തിക്കാട്ടി. തഴമ്പിച്ച ക്ഷീണിച്ച കൈകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഇത് കണ്ടോ എൻ്റെ അവസ്ഥ? എനിക്കിവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ ജീവിതം ഇവിടെ എങ്ങനെ കഴിയായിരിക്കും? പറ്റുകയാണെങ്കിൽ എൻ്റെ അമ്മയോടും അച്ഛനോടും നിങ്ങൾ ഈ ഒരു എഴുത്ത് കൊടുക്കണം. ഞാൻ എഴുത്ത് തരാം.
എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. ഇപ്പം കണ്ടോ എൻ്റെ അവസ്ഥ, കൈകളൊക്കെ. എൻ്റെ അമ്മയും അച്ഛനും ഈ രൂപം കണ്ടാൽ അവർക്ക് സഹിക്കില്ല. നാട്ടിൽ നിൽക്കുമ്പോൾ കാണാൻ അത്യാവശ്യം മൊഞ്ചുള്ളൊരു പയ്യനായിരുന്നു ഞാൻ. നല്ല ശരീരവും ആവറേജ് ലുക്കൊക്കെയുള്ള ഒരു ചുള്ളൻ ചെറുപ്പക്കാരൻ. എൻ്റെ നാട്ടിലെ കൂട്ടുകാരോടും വീട്ടുകാരോടും ചോദിച്ചാലറിയാം, അവൻ നെഞ്ചത്തടിച്ച് വിതുമ്പി. പക്ഷേ ഇന്ന് ഞാൻ വെറും ഒരു അസ്ഥികൂടമാണ്. എൻ്റെ ആ പഴയ രൂപവും സങ്കല്പവും എല്ലാം ഈ 4 ചുവരുകൾക്കുള്ളിൽ ഇല്ലാതായി. അതെ, ഞാനെന്നൊരു വേലക്കാരനാണ്. വിങ്ങി പൊട്ടിക്കൊണ്ട് അനീഷ് തനിക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഒന്നൊന്നായി തുറന്ന് പറയാൻ തുടങ്ങി. ഞാൻ ആ പാവം വീട്ടുകാരുടെ ഒരേ ഒരു മകനായിരുന്നു. നിങ്ങൾ ശരിക്കും ആരാണ്? എനിക്കൊന്ന് തുറന്ന് പറഞ്ഞു തരുമോ? മോനെ, ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണ്. ആണോ? എനിക്ക് കേരളം എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ നെഞ്ച് പിടയാണ്. എൻ്റെ പിതാവും മാതാവും ഏതവസ്ഥയിലാണ് എന്നൊന്നും എനിക്കറിയുന്നില്ല. അവർ പാവങ്ങളാണ്, അവർക്ക് ആരുമില്ല. എന്താ അവരുടെ സ്ഥിതി എന്ന് പോലും അറിയില്ല. അപ്പം നിനക്ക് വിളിച്ചൂടെ? ഒരിക്കൽ പോലും ഫോൺ വിളിക്കരുത് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോണില്ല. പിന്നെ ആരുടെങ്കിലും ഫോൺ വിളിച്ച് ഇവിടെ നിന്ന് ഒരു കോൾ പുറത്തേക്ക് പോയാൽ അതിന് നിനക്കുള്ള പണിഷ്മെൻറ്റ് തരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനും നിന്നില്ല. പലപ്പോഴും ചായക്കടയിലെ അന്തൃക്കയോട് ഞാൻ പറയും എൻ്റെ സങ്കടങ്ങൾ. എന്താ ചെയ്യുക? അന്തൃക്ക പറയും, മോനെ, ഒരു ദിവസം നിനക്കൊരു നല്ല കാലം വരും. അതുവരെ മോനെ ഇങ്ങനെ കുറച്ചൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചോ, സാരല്ല, ഒരു ദിവസം രക്ഷപ്പെടും, നോക്കിക്കോ. അന്തൃക്ക, ഞാൻ രക്ഷപ്പെട്ടാൽ ഞാൻ എണ്ണേണ്ടി വരും. കാരണം എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, സാരല്ലടാ. പലപ്പോഴും അന്തൃക്കയുടെ അടുക്കൽ ചെന്ന് ഞാൻ പൊട്ടി കരയും. എന്താ ചെയ്യുക? സത്യം പറയൂ, നിങ്ങൾ ആരാ പറയൂ? ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുകയാണ് മോനെ. അപ്പോഴും അതുതന്നെയായിരുന്നു അവർ പറഞ്ഞത്. ഹസീനയുടെ കള്ളവാക്കുകളിൽ ഞാൻ വീണുപോയി. എന്നെ മയക്കുന്ന തരത്തിലുള്ള പ്രണയവും വാഗ്ദാനങ്ങളും നൽകിയാണ് അവൾ എന്നെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നത്. കൂടെ പോരുമ്പോൾ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുമെന്നാണ്. എന്നാൽ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നതോടെ അതെ, അവൾക്കൊരാഗ്രഹം. അവൾക്ക് ഡാൻസ് ബാർ കാരണം അങ്ങനെ എങ്ങനെയൊക്കെ. എന്താ ചെയ്യുക? എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും അവളുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു. എന്നെ പൂർണ്ണമായും അവൾ ഒരു വശത്താക്കി. പതുക്കെ എന്നെ മയക്കുമരുന്നിനും അടിമയാക്കി. എന്നെ മാനസികമായി തളർത്തി. എൻ്റെ ആത്മാഭിമാനം മുഴുവൻ തല്ലിക്കെടുത്തി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ കാമുകനല്ലാതായി, വെറുമൊരു വേലക്കാരനായി മാറി. അനീഷ് ഫ്ലാറ്റിലെ അടുക്കളയിലേക്കും വസ്ത്രങ്ങൾ കിടക്കുന്ന റൂമിലേക്കും വിരൽ ചൂണ്ടി. രാത്രി 2, 3, 4 മണിക്കും പലരുടെയും കാറുകളിലാണ് അവൾ ഇവിടെ തിരിച്ചെത്തുന്നത്. അവൾ വരുമ്പോഴേക്കും ചൂടുള്ള ഭക്ഷണവും പാനീയങ്ങളും തയ്യാറാക്കി വെക്കണം, വസ്ത്രങ്ങൾ കഴുകണം, ഷൂസ് തുടച്ചു വെക്കണം. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ അവൾ എന്നെ ക്രൂരമായി ഉപദ്രവിക്കും. ഒന്ന് ബഹളം വെക്കാനോ പ്രതികരിക്കാനോ എനിക്ക് കഴിയില്ല. ഞാൻ എതിർത്ത് സംസാരിച്ചാൽ എന്നെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുമെന്നും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തും. എനിക്ക് നാട്ടിലേക്ക് പോകണം. എൻ്റെ അച്ഛനും അമ്മയും എന്നെയും കാത്ത് ആ കൊച്ചു വീട്ടിൽ കണ്ണീരോടെ ഇരിപ്പുണ്ടാകും. ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അനീഷിൻ്റെ സങ്കടം കേട്ട് റിസ്വാന വക്കീലിൻ്റെ കണ്ണുകളും ഈറനണിഞ്ഞു. അവൻ്റെ അവസ്ഥ അത്രത്തോളം ദയനീയമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അനീഷേ, നീ ധൈര്യമായിരിക്ക്. നിന്റെ ഈ തടവറക്കും പീഡനങ്ങൾക്കും ഇന്ന് അവസാനമാവുകയാണ്. ഞങ്ങളിവിടെ വന്നതൊരു നിരപരാധിയായ നവാസിനെ രക്ഷിക്കാനാണ്. ആ കേസിൻ്റെ സത്യങ്ങളെല്ലാം ഹസീനയുടെ കൈകളിലുണ്ട്. നീ ഞങ്ങളെ സഹായിക്കണം. നിന്നെ നിയമപരമായി ഞങ്ങൾ ഈ ചതിക്കുഴിയിൽ നിന്ന് മോചിപ്പിച്ച് സ്വന്തം വീട്ടിലെത്തിക്കും. ഇതെൻ്റെ ഉറപ്പാണ്. നാട്ടിലേക്ക് തിരികെ പോകാൻ ഒരു വഴി തെളിഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ അനീഷ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങൾ? അതെ മോനെ, ഞാനൊരു വക്കീലാണ്. ഇതെൻ്റെ ഭർത്താവ്. ഞങ്ങളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സഫീർ അവനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു. വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരും. ഒരിക്കൽ പോലും വിഷമിക്കേണ്ട. സാറുമാരെ, നിങ്ങളെന്നെ രക്ഷിക്കാൻ വന്നതാണോ സത്യത്തിൽ? അല്ല, എപ്പോൾ ഹസീന എത്തും അറിയില്ല. 3, 4, 2 അങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും അവൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അവർ ചോദിച്ചു, നിനക്ക് ഭക്ഷണം എന്തെങ്കിലും വേണോ? വേണ്ട, അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിക്കാറുള്ളത്. നേരത്തെ കൊണ്ടുപോകാൻ വന്നിരുന്നു. അവർക്ക് നാടൻ ഭക്ഷണം മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉള്ളിവടയും
പഴംപൊരിയും പരിപ്പുവടയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അല്ലാതെ ഒരിക്കൽ പോലും എന്നെ ഇവിടെ സുഖത്തിൽ ജീവിപ്പിക്കാനല്ല അവർ വെച്ചിരിക്കുന്നത്. അവരുടെ വേലക്കാരി. അതെ, അവരുടെ ലീലാവിലാസങ്ങൾക്ക് കാവൽ നിൽക്കേണ്ട ഒരു വേലക്കാരൻ. അതുമാത്രമാണ് ഞാൻ. മോൻ വിഷമിക്കണ്ട കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെ മാഡം, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മോനെ? അനീഷ് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വെളിപ്പെടുത്തിയ ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ റിസ്വാന വക്കീലിനെയും സഫീറിനെയും ഒരുപോലെ തരിച്ചു നിർത്തി. അഴിയെണ്ണുന്ന നവാസ് എന്ന നിരപരാധിയെ കുടുക്കിയതിൻ്റെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ ഹസീനയുടെ ആ രഹസ്യ ഫോണിലുണ്ടെന്ന് അവർക്ക് ബോധ്യമായി. അനീഷിൻ്റെ വാക്കുകളിൽ നിന്ന് വെളിപ്പെട്ട ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. വിറക്കുന്ന കൈകളോടെ തോളിൽ കിടന്ന തോർത്ത് തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ച് അനീഷ് തുടർന്നു. വക്കീലെ, ഞാൻ മറ്റൊരു വലിയ തെറ്റുകൂടി നിങ്ങളോട് പറയാം. അവൾ എന്നോടൊപ്പം ഇറങ്ങിപ്പോരുന്നത് വെറും കൈയോടെയല്ല. സ്വന്തം ജ്യേഷ്ഠത്തിയുടെ ഭർത്താവായ നവാസ് ഭായിയുടെ വർഷങ്ങളായുള്ള അധ്വാനത്തിൻ്റെ പണവും ചേച്ചിയുടെ മുഴുവൻ ആഭരണങ്ങളും പോരാത്തതിന് അവളുടെ ചേച്ചിയുടെ ഫോണും എടുത്തുകൊണ്ടാണ് അവൾ എൻ്റെ കൂടെ വഞ്ചിച്ചിറങ്ങിയത്. അനീഷ് നെഞ്ചിൽ കൈവച്ച് നെടുവീർപ്പിട്ടു. ആ ഫോണിലേക്ക് ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് വരുന്നത്. ബാറിലെ നൃത്തവും പാട്ടും അവർക്കൊരു മറ മാത്രമാണ്. അതിനപ്പുറം വലിയ എന്തൊക്കെയോ അധോലോക ഇടപാടുകൾ ആ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. പക്ഷേ ആ ഫോൺ അവർ എന്നെ ഒരിക്കലും തൊടാൻ സമ്മതിച്ചിട്ടില്ല. അതെപ്പോഴും അവളുടെ കസ്റ്റഡിയിലാണ്. അനീഷിൻ്റെ ശബ്ദം കൂടുതൽ ദയനീയമായി. ഭയം കാരണം അവൻ്റെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ചോദിച്ചു തന്നു, ഹസീന, നീ എന്തിനാ ചേച്ചിയുടെ ഫോണും കൊണ്ട് എടുത്തു വെച്ച് നടക്കുന്നതെന്ന്. ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പൂർണ്ണമായി അവൾക്ക് എന്നെ കീഴിലാക്കിയ ശേഷം അവളുടെ സ്വഭാവം മാറി. എൻ്റെ മുഖത്ത് നോക്കി അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാടാ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? നീ വെറുമൊരു വേലക്കാരനാണ്. എൻ്റെ ഫ്ലാറ്റിൽ തിന്ന് പോകേണ്ട ഒരു അടിമ. എല്ലാ കാര്യങ്ങളിലും തലയിട്ടാൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. അതെ, നീ കേട്ടിട്ടുണ്ടോ ഗ്രീഷ്മ കഷായമൊക്കെ? അതെ, അങ്ങനെയുള്ള കഷായങ്ങൾ ഞാൻ നിനക്ക് നൽകും. അനീഷ് മുറിയുടെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി ഭയത്തോടെ പറഞ്ഞു. ഒരിക്കൽ ഞാൻ നാട്ടിലേക്ക് പോകുവാൻ ബാഗ് എടുത്തപ്പോൾ അവൾ ഒരു ചെറിയ കവറിലെന്തോ വെളുത്ത പൊടിയും എന്തൊരു മയക്കുമരുന്ന് പോലുള്ളത് എൻ്റെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. നീ ഈ പടി കടന്നാൽ ഇത് നിൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് പോലീസിനെ വിളിക്കും. മയക്കുമരുന്ന് കേസിൽ ജീവിതകാലം മുഴുവനും നീ ജയിലിൽ കിടക്കും എന്ന്. വക്കീലെ, എനിക്ക് പേടിയാണ്. ആ പേടി കാരണമാണ് ഇവിടെ ഞാൻ ഈ നരകയാതന സഹിച്ചു കഴിയുന്നത്. അനീഷിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ റിസ്വാന വക്കീലിൻ്റെയും സഫീറിൻ്റെയും മനസ്സ് വിങ്ങി. സഫീർ അനീഷിനെ തട്ടി തണുപ്പിച്ചു. അനിയ, നീ പേടിക്കണ്ട. പഠിച്ചവൻ്റെ സഹായത്തോടെ നിന്നെ ഭീഷണിയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കും. റിസ്വാന വക്കീൽ കാര്യങ്ങൾ ഓരോന്നായി കോർത്തിണക്കി. നവാസിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ട ഏറ്റവും വലിയ തെളിവ് ആ രഹസ്യ ഫോണിൽ ഉണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. ജ്യേഷ്ഠത്തിയുടെ ഫോൺ ദുരുപയോഗം ചെയ്തതാണ് ഹസീന നവാസിനെ കുടുക്കിയതും സ്വന്തം സാമ്പത്തിക സാമ്രാജ്യം കെട്ടിപ്പടുത്തതും. റിസ്വാന വക്കീൽ അനീഷിൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, അനീഷ്, നീ ഭയപ്പെടേണ്ടതില്ല. ഹസീന ബാറിൽ നിന്ന് തിരിച്ചെത്തുന്നതിന് മുമ്പ് ആ ഫോൺ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് കൈക്കലാക്കിയാൽ ഹസീനയുടെ ഭീഷണികളും കള്ളക്കേസുകളും എല്ലാം ഇല്ലാതാകും. നവാസ് ഭായിക്ക് നീതിയും കിട്ടും. നിനക്ക് സുരക്ഷിതമായി സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്യാം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാന ലക്ഷ്യം ഹസീനയുടെ ആ രഹസ്യ ഫോൺ കണ്ടെത്തുക എന്നതാണ്. റിസ്വാൻ വക്കീലും സഫീറും അനീഷും ചേർന്ന് ആ ഫ്ലാറ്റിലെ തെളിവുകൾ ശേഖരിക്കുവാൻ പദ്ധതിയിട്ടു. സത്യം പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ കൂടുതൽ തെളിഞ്ഞു വരികയായിരുന്നു. നവാസിൻ്റെ ക്യാഷ് മുഴുവനും വന്നു ചേരുന്ന ആ ഒരു അക്കൗണ്ട്, അതെ, അതാ സൗദിയുടെ ഫോണിലാണ്. ആ ഫോണിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അവിടെ ആരംഭിക്കുന്നത്. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ അടുത്ത ഭാഗം കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.